എനിക്ക് കയ്യൊക്കെ ഉണ്ട്, ഞാൻ ചെത്തിക്കോളാം. ഓ എനിക്ക് അവരുടെ ഹെൽപ്പൊന്നും വേണ്ട. എന്നാ പേടിച്ച് പുറകാണ്ട് അയ്യോ ഹായ്, ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളെ ഒരു ആദ്യ കുർബാനയ്ക്ക് പോയതായിരുന്നു കേട്ടോ, വന്ന് കയറിയതേ ഉള്ളേ. അപ്പം ആദ്യ കുർബാനയ്ക്ക് കിട്ടിയ കാർഡിൻ്റെ കൂടെ കിട്ടിയ കൊന്ത കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ആദ്യ കുർബാനയായിരുന്നു. ചേട്ടൻ്റെ ഇവർ 3-4 പേര് ഭയങ്കര കട്ട ഫ്രണ്ട്സ് ഉണ്ട്. ചേട്ടൻ കരിമണ്ണൂർ വന്നേ പിന്നെ. അപ്പം അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ആയിരുന്നു, മൂത്ത കൊച്ചിൻ്റെ ആയിരുന്നു കേട്ടോ, ആദ്യ കുർബാനയായിരുന്നു. അപ്പം ആ മോനാണിതാ ബാക്കിലിരിക്കുന്നത്, ഫ്രണ്ടിൽ ഇരിക്കുന്നത് അവൻ്റെ അനിയനാണേ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, അതൊക്കെ കയറി കാണണം കേട്ടോ. നല്ല ഭംഗിയുള്ള കാർഡാണല്ലേ, വേണ്ട. അതിൻ്റെ കൂടെ കിട്ടിയൊരു കൊന്തയാണ്, നല്ല രസമുണ്ട്. കൈക്ക് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ വൈകിട്ടൊക്കെ ജപമാല ചൊല്ലാനൊക്കെ ആയിട്ട് നല്ല രസമാണ് ഈ കൊന്ത. അപ്പം അങ്ങനെ ഒരു ആദ്യ കുർബാന. ആ കുട്ടി എന്ത് ഡീസൻ്റായിട്ട് ഇരുന്നു എൻ്റെ പൊന്നോ. എൻ്റെ ആൻസിൻ്റെ ആദ്യ കുർബാന നിങ്ങൾ കാണണമായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആൻസ് വീടിനകത്ത് ഇരുന്നിട്ടേ ഇല്ല, വന്ന ഗസ്റ്റിനെ ആൻസ് കണ്ടിട്ട് കൂടി ഇല്ലെന്ന് എനിക്ക് തോന്നണേ. പക്ഷേ അല്ല, അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ആദ്യ കുർബാനയൊക്കെ കൂടിയിട്ട് നമ്മൾ വന്നു. ഒരു റിബണിലാണ് കേട്ടോ അത് കെട്ടിയിരുന്നത്. അങ്ങനെ കൂടിയിട്ട് വന്നു. നല്ല മഴയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞ് ഒരെണ്ണം കൂട്ടിന് വെളിയിൽ ചാടിയിട്ടില്ലേ, മേന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞാപ്പൂനെ തല ഇച്ചിരി പൊങ്ങി കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പ് പെരക്കാത്തിരിക്കണില്ല, മുറ്റത്തേടെ ഓടി നടക്കുമായിരുന്നു. മഴ പെയ്തപ്പോൾ ഇങ്ങോട്ട് കയറി നിന്നു, എന്താണോ അങ്ങനെ തോന്നിയത്. പിന്നെ കുഞ്ഞാപ്പൂന്ന് വെച്ചാൽ അസുഖം വന്നാലും മരുന്ന് കഴിക്കാൻ ഒരു മടിയില്ല കേട്ടോ, അവന് ഒരു മടിയില്ല. അസുഖം വന്നാലും മരുന്ന് കഴിക്കാനായിട്ട്. നമ്മൾ പൊടിയാണ്, ചെറിയ പൊടിയാണ്. ആ പൊടി നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കലക്കും. ഒരു നുള്ളെടുത്തിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കലക്കും, ഒരു 3-4-5 തുള്ളി വെള്ളം അതിനകത്ത് കലക്കിയിട്ടാണ് കൊടുത്ത കുഞ്ഞാപ്പൂ തന്നെ കൊത്തി കുടിച്ചോളും. 2 തവണ ചേട്ടൻ കുഞ്ഞാപ്പൂവിന് മരുന്ന് കൊടുത്തു. ആയിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് തുറന്നു, അണ്ണാക്കും ഒരു വെളിയിൽ ചാടി. അതോടുകൂടി കുഞ്ഞാപ്പൂവിനൊരു കാര്യം മനസ്സിലായി, ഇനി ഈ പരിപാടിയും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ പറ്റൂല എന്നും പറഞ്ഞ് കുഞ്ഞാപ്പൂ എന്താണെങ്കിലും തന്നെ മരുന്ന് കഴിക്കും. പിന്നെ നമ്മൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ, അത് നമ്മൾ ഓർഡർ ചെയ്തേക്കണം. നമ്മളൊരു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത്, അപ്പം ചേച്ചിക്ക് നമ്മളിന്ന് വൈകുന്നേരം പോകുമ്പോൾ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കും. ചേച്ചിയുടെ മൊബൈലിൽ കവറ് നാട്ടിലെങ്ങും കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയ. ചേച്ചിയോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ. നമ്മുടെ കുഞ്ഞാപ്പൂ ഇരിക്കണ കാണിച്ചു തരാവേ. തീറ്റയെല്ലാം കൊത്തിച്ചാടിച്ച് സുഖമായി ഇരിക്കുക. കുഞ്ഞാപ്പൂ മരുന്ന് കഴിക്കണോണ്ട് കുഞ്ഞാപ്പൂവിന് ഇപ്പോൾ വായൊന്നും പൊളിക്കണില്ല, മൂക്കിക്കട ശ്വാസം വിടുന്നുണ്ട്. അതിൻ്റെ അഹങ്കാരം ചെറുക്കനുണ്ട്. കുഞ്ഞാപ്പൂ എന്നിട്ടാണെങ്കിൽ സുട്ടുമണിക്കിട്ട് കൊത്തണ കണ്ടു. അടുന്നുണ്ട്, തൊടണ്ട അവൻ്റെ അസുഖമൊക്കെ പോട്ടെ. അവന് അടുപ്പിൽ ഞാൻ നിർത്താതെ തീ കത്തിച്ചു കൊടുക്കും. ഇവിടെ എല്ലാം തഴുക്ക് പിടിച്ചെടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല തേച്ച് ഉരച്ച് കഴുകിയതാണ്. കുഞ്ഞാപ്പൂനെ വേറെ എങ്ങും നമുക്ക് നിർത്താൻ പറ്റത്തില്ല. കൂട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ തണുപ്പടിച്ച് പനി വരും. കുഞ്ഞാപ്പൂനെ ഉവാവ് മാറാതെ കുഞ്ഞാപ്പൂനെ വെളിയിലിറക്കൂല. ഇന്ന് കുഞ്ഞാപ്പൂന് ഇച്ചിരി ആശ്വാസം വന്നപ്പോഴത്തേക്കും കുഞ്ഞാപ്പൂ വെളിയിൽ ചാടി. പക്ഷെ എൻ്റെ കുഞ്ഞാപ്പൂനെ ഉവാവൊക്കെ മാറ്റി ഇറക്കി വിടുള്ളൂ. ഇനി കുഞ്ഞാപ്പൂ പെണ്ണാന്നാട്ടെ തോന്നണേ. കുഞ്ഞാപ്പൂ ഞാൻ ഈ പൂവൊക്കെ കണ്ടിട്ട് ആൺകുട്ടിയാന്ന് ഓർത്തോണ്ടായിരുന്നു, പക്ഷെ വളർന്നു വരുന്നത് കണ്ടാൽ പെൺകുട്ടിയെ പോലെ ഉണ്ട്. ഈ ഒരു പാത്രം കണ്ടോ, ഈ ഒരു പാത്രം, ഇത് ആൻസൂട്ടന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പാലില്ലായിരുന്നേ. അപ്പോൾ ആൻസൂട്ടന് ലാക്ടോജൻ കൊടുത്താൽ മതി എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി IHM ഹോസ്പിറ്റൽ ഭരണങ്ങാനം അവിടെ നിന്ന് തന്ന ഒരു സ്റ്റീൽ പാത്രമാണ് കേട്ടോ. ആ പാത്രത്തിനകത്താണ് നമ്മൾ കുഞ്ഞാപ്പൂന് മരുന്ന് കൊടുക്കണത്. കണ്ട, കുഞ്ഞാപ്പൂ തന്നെ മരുന്ന് കുടിച്ചോളും. കുഞ്ഞാപ്പൂന് ഒരു കുഴപ്പമില്ല. കണ്ട,
മരുന്ന് കലക്കി വെച്ചേക്കുവാണ്. ഇതേണ്ടാ ചേട്ടാ, ഇതേ ചേട്ടാ കുഞ്ഞാപ്പ് കുടിക്കണണ്ട. ഇപ്പൊ കുടിച്ചാർന്ന് ചേട്ടൻ അണ്ണാക്ക് വിളിച്ച് കൊടുത്തോടുകൂടി മാറ്റ ആ കുഞ്ഞ് മരുന്ന് കുടിക്കുവാടാ, മാറ്റടാ. എന്നാ കുഞ്ഞാപ്പോ, എന്നാ കുഞ്ഞാപ്പു തന്നെ കുഞ്ഞാപ്പൂൻ്റെ ഉവാവ് മാറ്റിയെടുക്കും. അത് മതി കുഞ്ഞാപ്പൂന് ഇന്നത്തേക്കുള്ള. കുച്ചോ കുഞ്ഞാപ്പൂ. മരുന്നുണ്ട് കുഞ്ഞാപ്പൂവിനകത്ത്, ഇച്ചവിടെ ഉണ്ട്. കണ്ട കുച്ചോ കുഞ്ഞാപ്പൂ. ഇതിലെ ഇങ്ങനെ ഒഴിച്ചാ കൊടുത്തോണ്ടിരുന്നേ. പക്ഷെ നമ്മുടെ കുഞ്ഞാപ്പൂ ഡീസൻ്റായിട്ട് നമ്മുടെ കുഞ്ഞാപ്പൂ തന്നെ മരുന്ന് കുടിക്കും. ഇവിടെടാ കള്ള മരുന്നുള്ളിടത്ത് അവൻ കുടിക്കണില്ല. ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയാൽ മരുന്ന് കലക്കി കൊടുത്താൽ കൊത്തി കുടിക്കണ ഒരു കുഞ്ഞിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുവാണ് കേട്ടോ. താനെ മരുന്ന് കുടിച്ചോളും. എൻ്റെ കുഞ്ഞാപ്പൂ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ കുഞ്ഞാപ്പൂ മരുന്നും കുടിക്കും, വാവുകയാണേലും തീറ്റയും തിന്നും. എൻ്റെ കുഞ്ഞാപ്പൂ എന്നെ ഡീസൻ്റാന്നറിയാവോ? എൻ്റെ കുഞ്ഞാപ്പൂ അത്ര ഡീസൻ്റാ. എൻ്റെ മോനാ ഇല്ലടാ. ഇനിയും ഉണ്ടോ ചേച്ചീന്ന്? ഞാൻ വേണമെങ്കിൽ മരുന്ന് ഇനിയും കുടിച്ചോളാന്ന്. പക്ഷെ അത് ഒത്തിരി കൊടുക്കാൻ കൊള്ളില്ല. കുഞ്ഞാപ്പൂ അവയ്ക്കേ ഇനി വെള്ളം തരാം. ഞാൻ രണ്ട് ടൈപ്പ് മരുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ടൈപ്പ് മരുന്ന് ഇത് മരുന്ന് ഒഴിച്ച വെള്ളമാണ് കേട്ടോ. മരുന്ന് ഒഴിച്ച വെള്ളം, അത് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയതാണ്. അതൊരു കുപ്പിയിൽ നമുക്ക് ഒഴിച്ച് തരും. പല സൈസ് ഗുളികകളെല്ലാം കൂടി ഇടിച്ച് പിഴിഞ്ഞിട്ട് അവർ കലക്കി വെച്ചിരിക്കുന്ന. അത് ഞാൻ ഒരടപ്പെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യും. എന്നിട്ട് അങ്ങ് വെച്ച് കൊടുക്കും. എൻ്റെ കുഞ്ഞാപ്പ് നല്ല ഡീസൻ്റായിട്ട് അത് കുടിക്കുകയും ചെയ്യും. ദാഹിക്കണ്ടായിരുന്നു. കുഞ്ഞാപ്പ് മിടുക്കന, എൻ്റെ മോന. ഇനി മോളാണേലും ഞാൻ മോനേന്നാ വിളിക്കുള്ളൂ. ഞാൻ കുട്ടിയാന്നോർത്ത് വളർത്തിയതാ. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. കുഞ്ഞാപ്പൂ തീ കത്തിച്ച് വൈകിട്ട് രാത്രിയിൽ ഞാൻ കിടക്കാൻ നേരത്തെ കുഞ്ഞാപ്പൂവിന് ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടാണ് കിടക്കുന്നത്. ഇതിലെല്ലാം പുകയെല്ലാം വീണെടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ മൊത്തം ഞാൻ സോപ്പിട്ട് ഉരച്ച് തേച്ച് കഴുകിയതാണ്. ഇന്നിപ്പോൾ കുഞ്ഞാപ്പൂ തീറ്റയെല്ലാം മറിച്ച് അടിച്ചിട്ട് പൊടി പിടിച്ച് ഇട്ടേക്കുവാണ് മൊത്തം. ഇച്ചിരി പൊടിയായിട്ട് കിടന്നാലും ഇത് ചുമ്മാ ഇത് കണ്ടോ ഇങ്ങനെ ഈ ബ്രഷിനിങ്ങനെ തൂത്താൽ മതി, ക്ലീനായി കിട്ടിക്കോളും. ഇത് കണ്ടോ, അത്രയേ ഉള്ളു കാര്യം. ചുമ്മാ ചൂട്ടും പേപ്പറൊക്കെ കത്തിച്ചതിൻ്റെ പുകയാണ്. കുഞ്ഞാപ്പുവാവേ, ഞാൻ വീഡിയോയിൽ കാണിച്ചു കൊടുത്താ കുഞ്ഞാപ്പുവാവേ, വീഡിയോയിലേ കാണിച്ചതാ. അങ്ങനെ തുമ്മുമ്പോൾ ആ മൂക്കടപ്പ് കുഞ്ഞാപ്പൂവിൻ്റെ മൂക്കടപ്പ് മാറിക്കിട്ടും കേട്ടോ. വെള്ളം ഇതിൽ നിന്ന് കുടിച്ചോ, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. മരുന്ന് കലക്കിയ വെള്ളമാണ്. മോൻ കുടിച്ചോട്ടോ. എൻ്റെ കുഞ്ഞാപ്പൂൻ്റെ വിശേഷമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ എൻ്റെ മക്കളെപ്പോലെ വളർത്തണം ഇവരെയൊക്കെ. അത്രയ്ക്ക് ജീവനാണ്. ചെറുപ്പം മുതലേ എനിക്ക് കോഴികളെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ പെറ്റ്സൊന്നും ഉണ്ടായിരുന്നില്ലേ. എൻ്റെ ചെറുപ്പത്തിലെ പെറ്റ്സ് എന്ന് പറയുന്നത് കോഴികളായിരുന്നു. ഇപ്പോഴും അവരൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് പെറ്റായിട്ട്. ഇപ്പം ആൻസ് എടുത്തോണ്ട് വന്നത് നമ്മുടെ ചുട്ടുപണീനെ എടുത്തോണ്ട് വന്നത്. സുട്ടുപണി എന്ന് വിളിക്കും, ചുട്ടുപണി എന്ന് വിളിക്കും. അതും പോവാനാന്നോർത്തെടുത്തല്ല, നാട്ടുകാർ മൊത്തം പറഞ്ഞ് പെടയാന്ന്. പിന്നെ ഞാനെന്ത് ചെയ്യാനാ. ഇവർ രണ്ടുപേര് തീറ്റയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഹോബി ഇതായി മതിലും പുറത്ത് കയറി ഇങ്ങനെ. ഇന്നലെ നമ്മളിവരെ കണ്ടിരുന്നു അല്ലേ. നമ്മുടെ ബൊമ്മാസ് മരിച്ചു പോയതിന് പകരം
ഞാൻ മൊമ്മാസാക്കാൻ വളർത്തണം. പക്ഷെ ഇവൻ എന്നോട് അത്രയ്ക്ക് സ്നേഹമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ബൊമ്മാസിൻ്റെ സ്നേഹമൊന്നുമില്ല. പിന്നെ ഈ കുട്ടാപ്പിക്ക് ഇച്ചിരി സ്നേഹമുള്ളൂ. കുട്ടാപ്പി നോക്കുവാ ഈ ഫോണിനകത്ത് വേറൊരു കുട്ടാപ്പി. ഇത് ഏത് കുട്ടാപ്പി? ആ, ഇതെൻ്റെ ഉമ്മ. ഇത് ഉമ്മ. കുഞ്ഞാപ്പ ഈ കുട്ടാപ്പീനെയും കൊത്തും സുട്ടുപണീനെയും കൊത്തും. പക്ഷെ മൊമ്മാസിനെ കൊത്തൂല കേട്ടാ. ബൊമ്മാസിനെ കൊത്തൂല. അത് കൊത്തിയ വിവരം അറിയും. നിന്നെ കണ്ടോണ്ട് കോഴികളെല്ലാം കൂടെ വന്ന് നിന്റെ പുറകെ ഇറങ്ങി വരാ. ഗിനിക്കോഴി അടക്കം വന്ന് നിപ്പുണ്ട്. നമ്മുടെ ഗിനിക്കോഴി കുഞ്ഞിനെ കണ്ടോ? ഗിനിക്കോഴിനെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് നടക്കണില്ല. വലയേ ഇട്ടേക്കണോണ്ടാണ് ക്ലാരിറ്റി കിട്ടാത്ത കേട്ടോ. ഒരു മഴ കഴിഞ്ഞ് അടുത്ത ചാറ്റൽ മഴയാണ്. ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വാതിൽ തുറന്നിട്ടാൽ ചിലപ്പോൾ കുഞ്ഞാപ്പ് താഴെ ഇറങ്ങിയെന്നൊക്കെ ഇരിക്കും. ചേട്ടനാണെങ്കിൽ മഴക്കാലത്ത് തുണിയെല്ലാം അലക്കാനുള്ള പരിപാടിയാണ്. ഒരു ദോഷവും വന്നില്ല. 3 ട്രിപ്പ് 4 ട്രിപ്പ് കൊണ്ട് അലക്കില്ലേ? ആ, ഉണങ്ങി കിട്ടാനാ പാട്. അത് ഉണങ്ങിയിട്ടുണ്ടാവില്ല മൊത്തമൊന്നും. അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കരിമ്പം കയറുകയും ചെയ്യും. അവനോട് വെച്ചപ്പോ അവൻ ഉണങ്ങിന്നല്ല പറഞ്ഞ, അത് അടിച്ചു നോക്കിയില്ലല്ലോ. ഇല്ല, അതിന്റെ സമയം കിട്ടിയില്ല. പിന്നെ ചേട്ടാ നോക്കണേ. എന്താണ് ചേട്ടാ ഇങ്ങനെയൊക്കെ നോക്കുന്നേ? ഇങ്ങനെയൊക്കെ നോക്കാൻ പാടുണ്ടോ ചേട്ടാ? മൊത്തം ചേട്ടൻ്റെ ആണോ? കുറേ ഉണ്ടോ? എന്നാ ഇതുപോലെ മരുന്ന് കുടിക്കണ കുഞ്ഞാപ്പുമാരെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താലും തുപ്പിക്കളണ കുഞ്ഞാപ്പുമാരെയല്ലേ കണ്ടിട്ടുള്ളൂ. എൻ്റെ കുഞ്ഞാപ്പു അങ്ങനെയൊന്നും അല്ല. എൻ്റെ കുഞ്ഞാപ്പൂന് മരുന്ന് കൊടുക്കാത്ത താമസമുള്ളൂ. ഇപ്പതേ കുടിച്ചോണ്ടിരിക്കണെന്ന് അറിയാം. ഇപ്പൊ കുടിച്ചോണ്ടിരിക്കണത് ആ ചേട്ടൻ ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നില്ലേ ആ മരുന്ന്. ഒരു കുപ്പി ഒരടപ്പ് മരുന്ന് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചു ഡൈലൂട്ട് ചെയ്തു. ആ മരുന്ന് ഞാൻ അത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ദാഹിക്കുമ്പോ വെള്ളത്തിന് പകരം അതങ്ങ് കുടിക്കും. കുഴപ്പമുണ്ടോ? മരുന്ന് തീർന്നിട്ടില്ല. മരുന്ന് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. കുഞ്ഞാപ്പൂ ഇപ്പൊ അതും കുടിച്ച് വെള്ളവും കുടിക്കും. എന്നെ കൂട്ടാതെ പോയി. എന്നെ കുഞ്ഞാപ്പൂന്റെ പേരും പറഞ്ഞാണ് എടുക്കണേ. കോഴിയുടെ പേരാണോ പറയണ്ടേ? നമ്മുടെ പേരാണോ പറയണ്ടേ? നമ്മുടെ വീട്ടുകാരെ അഡ്രസ്സും പറയണം. നമ്മുടെ പേര് പറയണോ? പേരും വീട്ടുകാരും പറയണം. കോഴിയുടെ പേരിലായിരുന്നു. രോഗിയുടെ പേര് പറഞ്ഞു. കോഴിയല്ലേ രോഗി. ഇത് പോയതാ കളയാം. ഇതിന്റെ കളർ പോയതാണ്. അല്ല, ഫ്രണ്ട് നോക്കാം. ഉണ്ടോ? ഇല്ല ഇല്ല. ഈ പാടന്നെ അതിന് പാടാ. അന്ന് വാഷിംഗ് മെഷീൻ മാറ്റി വാങ്ങിയോണ്ട് കുറെ ഉണങ്ങിയെങ്കിലും കിട്ടും. പഴമുണ്ട്. ഒരു പഴം തിന്നാലോ? വേണോ? പഴം തിന്നാ വെയിറ്റ് കൂടുവൊന്നുമില്ലല്ലോ. കൂടുവോ? പഴം തിന്നാ വെയിറ്റ് കൂടുവോ ചേട്ടാ? വെയിറ്റ് കൂടുവൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മള് വൈകിട്ട് 7 മണിക്ക് ശേഷം ഒന്നും കഴിക്കാതിരുന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ മാക്സിമം 8 മണി. നന്നായിട്ട് വെയിറ്റ് കുറയും. എനിക്കത് അനുഭവം കൊണ്ട് മനസ്സിലായി. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണേ ഒരു മുട്ട പുഴുങ്ങി തിന്നോ, അല്ലെങ്കിൽ മുട്ട പൊരിച്ച് തിന്നാലും കുഴപ്പമില്ല. നെയ്യിൽ പൊരിക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. വെയിറ്റ് ഒന്നും കൂടില്ല. മുട്ടയിൽ കൊളസ്ട്രോൾ ഇല്ല,
മുട്ടയുടെ മഞ്ഞയിലും ഇല്ല വെള്ളയിലും ഇല്ല. എല്ലാവർക്കും ചിലർക്ക് അങ്ങനെ ധാരണയുണ്ട് മുട്ടയിൽ കൊളസ്ട്രോൾ ഉണ്ടെന്ന്. പക്ഷേ മുട്ടയിൽ കൊളസ്ട്രോൾ ഇല്ല, വെയിറ്റ് കൂടത്തില്ല. മുട്ട തിന്ന് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അത് ഡോക്ടർമാരൊക്കെ പണ്ടേ മനസ്സിലാക്കി തന്ന കാര്യം തന്നെയാണ് കേട്ടോ. മുട്ടയിൽ കൊളസ്ട്രോള് ഇല്ല. പലർക്കും ഇപ്പോഴും ധാരണയാ. ഡോക്ടർമാർ പറഞ്ഞു മുട്ടയിൽ കൊളസ്ട്രോൾ ഇല്ലാന്ന്. സമ്മതിക്കുന്നു. ഇതെന്നാ കവള് കൊണ്ടേ ഫോണിന്റെ അടുത്തോണ്ട് വെച്ചേക്കണേ. ഉമ്മ കൊടുക്കാൻ പോവാണ് എല്ലാവർക്കും. എന്നാ ഒരു ഉമ്മ കൊടുത്തേ. അയ്യോ എന്റെ കണ്ണാടി ഇപ്പം പോയാനെ മാറിപ്പോ. ഞാൻ എല്ലാവർക്കും ഉമ്മ കൊടുക്കാനാ പറഞ്ഞത്, മനസ്സിലായോ? ചേട്ടനാണെങ്കിൽ നിഷ്കുവാന്നാ എല്ലാരും പറയണ. നിഷ്കളങ്കനായ ചേട്ടൻ. ചുമ്മാതെ കേട്ടോ, ഫേസ് അങ്ങനെ തോന്നുമെങ്കിൽ ആള് വലിയ നിഷ്കളങ്കനൊന്നുമല്ല. അല്ലേ ചേട്ടനാണ് ചേട്ടൻ. അയ്യോ എൻ്റെ ചെരുപ്പ് കിടക്കണമെന്ന്. എൻ്റെ കുഞ്ഞാപ്പു വെള്ളവും കുടിച്ചു, എൻ്റെ കുഞ്ഞാപ്പു തീറ്റയും തിന്നു. കുഞ്ഞാപ്പു ആള് ഡീസൻ്റായി അല്ലേ കുഞ്ഞാപ്പു? അതുപോലെ ഞാനിതാ ജീരകവെള്ളം ഉണ്ടാക്കി വെച്ചേക്കോ. ഇത് ചേട്ടനും ഉണ്ടാക്കി, ഞാനും ഉണ്ടാക്കി. വയറൊക്കെ കുറയും. വയറ് കാരണം കൊഴുപ്പുള്ളതുകൊണ്ടാ, കൊളസ്ട്രോൾ. ആ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം എന്നാ പറയണേ. നിന്ന് കുടിക്കാൻ കൊള്ളില്ല. ഡയറക്റ്റ് വെള്ളം പോവരുത്, അരിച്ചരിച്ച് വേണം വെള്ളം പോവാൻ പതുക്കെ. കേട്ടോ? ചേട്ടൻ വന്ന മൊബൈൽ എടുത്തു. ചേട്ടൻ റെസ്റ്റ് ചെയ്താൽ അപ്പം ഫോൺ എടുക്കും. അത് ചേട്ടൻ്റെ ഒരു ശീലമായി പോയി. പറ. ഇല്ല പറയൂല. എന്നാ കടന്നലോ? എന്നാ കേറി പോരാ. നിന്നെ കടന്നല് കുത്തി ചാവാതിരിക്കണെങ്കി കടന്നല് കുത്തി ഇളക്കി വിടരുത് കേട്ടോ. ആടിനും കോഴിനൊക്കെ കുത്തും പോയി. ഈ വിവരമില്ലാത്ത പണി ചെയ്തേക്കരുത്. ഇന്നലെ വിവരമില്ലാത്ത പണി ചെയ്തതാ. മിക്സി ഓണാക്കിയപ്പോ കയ്യങ്ങ് വെച്ചു കൊടുത്തു. ആ മിനിഞ്ഞാന്ന്. ഇപ്പൊ ആൾക്കാര് പറഞ്ഞു ഒറ്റ കൊച്ചായിട്ട് വളരണോണ്ടാ ഇങ്ങനെ കുസൃതിന്ന്. ഇളയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വന്നേനേന്ന് പറഞ്ഞു. അവനതില്ലല്ലോ. അവനതുകൊണ്ട് ബുദ്ധിയും ബോധമൊന്നുമില്ല. ഒറ്റ കൊച്ചായിട്ട് വളരുമ്പോൾ ആ ഒരു കൊഞ്ചലും കുസൃതിയൊക്കെ കൂടുതലായിരിക്കും. കുറെ പിള്ളേരുണ്ടെങ്കിൽ ഇവർക്ക് കൊഞ്ചാനുള്ള സമയമൊന്നും കിട്ടൂലല്ലോ. ആ നല്ല കുളവിയായിരിക്കും. മിയാ മിയാ പൂച്ച. വോൾട്ടേജ് കുറഞ്ഞു. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറയും. ഈ ഫ്രീസറിന് വെക്കുമ്പോ തന്നെ നല്ല രീതി കുറയുന്നുണ്ട്. ഈ ഫ്രീസർ ഓഫ് ചെയ്തേ, കൂടുന്നതാണ്. ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ ചിലപ്പോൾ മോട്ടറായിരിക്കും, ചിലപ്പോൾ അയണായിരിക്കും, ചിലപ്പോൾ മിക്സി ആയിരിക്കും. അപ്പോൾ അത് വലിക്കും തോറും ഇവിടെ നമുക്ക് ഡിമ്മ് കാണിക്കും. അല്ലെങ്കിൽ വെൽഡിങ് ചെയ്താൽ കിട്ടും. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും നിങ്ങൾ ഡിമ്മായി പോകും. വെൽഡിങ് ഭയങ്കരമായിട്ടില്ലേ, അങ്ങനെയൊക്കെ അല്ലാതെ ഇത് പറയില്ല. പച്ച പൈനാപ്പിൾ ചെത്തി തരുമോ? പച്ച പൈനാപ്പിൾ ചെത്തി തരും. എപ്പോ വേണം? നാളെ. അല്ല ഇത് എനിക്ക് കുടിക്കാനാണ്. ഞാനാണോ? ഞാനിവിടെ നീ പച്ചവെള്ളം കുടിച്ചോട്ടോ, ചുമ്മാ അനാവശ്യം പറഞ്ഞോട്ടോ. ചേട്ടാ എനിക്ക് പച്ച പൈനാപ്പിൾ ചെത്തി തരുമോ? പച്ച പൈനാപ്പിൾ നോക്കട്ടെ, ഉണ്ടോന്ന് നോക്കട്ടെ. അതുണ്ട്. ഞാനാ പറഞ്ഞ പച്ച, എനിക്ക് പച്ച വേണമെന്നും പറഞ്ഞ്
പച്ച പൈനാപ്പിൾ വരുത്തിച്ചത് ഞാനാ. അത് പഴുത്ത് പോയില്ലോ. ഇല്ലാട്ടാ, അതാണെന്നോ ഒന്ന് കൊണ്ടുവന്നേ നോക്കട്ടെ. കരിം പച്ച, അത് തന്നെ. താങ്ക് യു. ചേട്ടനെ കൊണ്ടൊക്കെ പച്ച പൈനാപ്പിൾ ചെത്തിക്കാം. അല്ല ഞാൻ ചോദിച്ചിട്ടാ, നിനക്ക് പൈനാപ്പിൾ ചെത്താൻ പോലെ? ഞാൻ വീഡിയോ പിടിക്കുമല്ലേ. പിന്നെ അത് സ്റ്റാൻഡ് വെച്ച് ചെത്താൻ പോലെ? ചേട്ടൻ തന്നെ ചെത്തിയാൽ എനിക്ക് കയ്യൊക്കെ ഉണ്ട്, ഞാൻ ചെത്തിക്കോളാം. നേരം ഓ എനിക്ക് ആരുടെ ഹെൽപ്പൊന്നും വേണ്ട. പിന്നെ എന്തിനാ ചെത്താനും എന്റെ ഡിമാൻഡ് എടുക്കണോന്ന് എന്നാ പേടിച്ച് പുറകോട്ട് പിന്മാറണേ. അത് കേടാണോ? പിന്നെ അതെന്തോ കാണണ അല്ല കാര്യം പതുക്കെയൊക്കെ ചെത്തിട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ട് മാങ്ങ ചെത്തി കൈയൊക്കെ കീറിയിരിക്കുക. 5 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇതെന്നെ പുറകെ വന്നിരിക്കണേ. ഇത് തന്നെ 10 രൂപ എനിക്ക് മുറ്റത്തുനിന്ന് കിട്ടിയതാണ്. മുറ്റത്തുനിന്നല്ല, എന്നാളാ 20 രൂപ കിട്ടിയോടത്തുനിന്ന് തന്നെ. അവിടെ നോക്കിയാൽ വീണ്ടും നിധി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മറ്റത്തി മുത്തി പണ്ട് പൈസയും സ്വർണ്ണ നാണയങ്ങൾ വിതറി പോയി എന്ന് പറഞ്ഞോണം. അവരെ പിടിക്കാൻ വരുന്നവർ അവരെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത് പെറുക്കി അവർ സമയം കളഞ്ഞോട്ടെ. നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നല്ലോ ചേട്ടാ. ജീവൻ കിട്ടിയില്ലേ. കുന്നുമ്മേൽ പ്രഭു പള്ളിയുടെ വടക്ക് കിഴക്കുള്ള ആളായിരുന്നു. പച്ച പൈനാപ്പിൾ. പച്ച പൈനാപ്പിളിന്റെ ഗുണം എന്നാ? എനിക്കത് തന്നെയാണ് ഇഷ്ടം. അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇച്ചിരാടെ കിളുന്താ എനിക്കിഷ്ടം. ചെറുതായിട്ട് നാക്ക് ചൊറിയും. ചോദിച്ചത് അറിയാവുന്ന അറിയാൻ വേണ്ടിയാണ്. ചൊറി നല്ലോണം ചൊറി. ഇത് പക്ഷെ പഴുത്ത് തുടങ്ങി. മൂത്തതാ. അത് അവിടെയുള്ള എല്ലാ പൈനാപ്പിളും മൂത്തതാ. പച്ചയാണേലും അല്ലേ. പിന്നെ ഇടയ്ക്ക് ചെറിയ പിഞ്ചൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചേട്ടൻ്റെ സ്വന്തം തോട്ടത്തിൽ വിരിഞ്ഞ പൈനാപ്പിളാണ് കേട്ടോ. നട്ടത് എല്ലാവരും ആണേലും. നമുക്ക് ഒരു ദിവസം ചേട്ടൻ്റെ സ്ഥലം കാണാൻ പോകാം. ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം പോയപ്പോ. പൈനാപ്പിൾ കാരണം അങ്ങോട്ട് കയറാൻ പാടില്ലെന്നേ ഉള്ളൂ. ഉണ്ടോ ഇങ്ങനെ പറഞ്ഞ വഴി ഇതൊക്കെ ഉണ്ടാക്കി തന്നെ ഒരു ചേട്ടനുണ്ടല്ലോ. ചേട്ടനെ ഒന്ന് സുഖിപ്പിക്കട്ടെ. വേണ്ട വേണ്ട ഡോണ്ടു വേണ്ട വേണ്ട വേണ്ട. പള്ളിയിൽ വെച്ചന്ന് നേരത്തെ പക്ഷെ ഇത് ഞാൻ ഉദ്ദേശിച്ച പച്ച അല്ല. ഇത് പഴുത്തു പോയി. പൈനാപ്പിൾ കാണണോ? ഇതാണ് പൈനാപ്പിൾ. സബ്സ്ക്രൈബേഴ്സിനോട് നമ്മുടെ വീട്ടിൽ ഇരിക്കണ പൈനാപ്പിൾ അവർ കണ്ടില്ലല്ലോ. അത് അവർ കാണണ്ടേ. അപ്പം ഞാൻ പൈനാപ്പിളൊക്കെ കഴിക്കട്ടെ.
നമുക്ക് അടുത്ത വിശേഷമായിട്ട് വരാം. എൻ്റെ കുഞ്ഞാപ്പൂവിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബിന്ദുസ് ഡ്രീംസ്.